വിതച്ചത് ഇനി എന്താണ് കൊയ്യാൻ പോകാന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരും ഒരു മുതിർന്ന രീതിയിൽ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫാക്ടറി അല്ല, എന്നാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ കുറച്ചൊരു ഇൻസ്പിറേഷൻ തരാനായിട്ട് ഈ ക്യാമ്പ് ഉപകാരപ്പെടുന്നുണ്ട്. അത് പല തരത്തിൽ പല പ്രായത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു 4ാമത്തെ ക്യാമ്പിലാണത്. പക്ഷേ ഇതിന് ഒരു വിമർശനപരമായിട്ട് പറയുകയാണെങ്കിൽ സ്വയം വിമർശനം മുഴുവൻ സെഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. പല ജോലിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കേട്ട സെഷനുകളൊക്കെ നന്നായിരുന്നു. നമുക്ക് ഗുണപരമായിട്ടുള്ള പല ചിന്തകളും ഓരോ സെഷനിലും ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാൻ ഉള്ളത്. പുതിയ കുറേ ആളുകൾ ഈ തവണ ഇവിടെ കണ്ടു. എണ്ണം കുറവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ അത് സഹായിച്ചു എന്നുള്ളതാണ് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഇതിലും ഭാവിയിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉപകാരപ്പെടുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. സുരേഷ്, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആദ്യത്തെ ക്യാമ്പൊന്നുമല്ല. ഞാൻ വാക്കില ക്യാമ്പിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് കുറേ അനുഭവങ്ങൾ, ഞാൻ തുടക്കത്തിൽ വരുമ്പോൾ തന്നെ എനിക്കിവിടെ ആരും അറിയില്ല. അപ്പോൾ വന്നിട്ട് മാഷയാണ് ആദ്യം കാണുന്നത്. കാട്ടൂർ മാഷ്, ജയറാം മാഷ്, ഇവർ വരുന്നേക്ക് ഇപ്പോഴും അത് എൻ്റെ മനസ്സിലുണ്ട്. അവർ വന്ന് നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്തി നമ്മൾ ആ കൂട്ടത്തിലേക്ക് കൂട്ടുചേർത്തി ഒരുമിച്ച് നമ്മൾ പോവാൻ ഒരു കൂട്ടത്തിലേക്ക് ആക്കി തന്നു. ആ ഒഴുക്കിനനുസരിച്ച് ഇപ്പോഴും നമ്മൾ പോകുന്നുണ്ട്. ആ ഒഴുക്കിൻ്റെ അതിൽ ആദ്യം എങ്ങനെ കവിത എന്താ എഴുതണേ അറിയില്ല, എഴുതും. അപ്പോൾ അങ്ങനെ പറയരുത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കവിത തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അതിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അത് എന്താ, അങ്ങനെയാണോ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന്. ഇപ്പം ഇന്ന് ഞാൻ കവിത അവതരിപ്പിച്ചപ്പോൾ കുറേ നല്ല നല്ല കമൻസ് കേട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഓരോ ക്യാമ്പുകളും നമുക്ക് നമ്മൾ പഠിക്കുകയല്ല, അവർ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഒരു സാഹിത്യത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ട് പഠിക്കാനുള്ള ഒരു വേദിയാണ് ഒരുക്കി തരുന്നത് എപ്പോഴും. ആ വേദിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഓരോ രചനയിലൂടെയും കടന്നു പോയിട്ടുള്ളത് എന്നൊക്കെ. പിന്നെ ഈ ഒരു കതിർ ക്യാമ്പിനെ കുറിച്ച് വാക്കിലാവുമ്പോൾ ഭയങ്കര വലിയൊരു ക്യാമ്പായിരുന്നു. വിധിയാവട്ടെ, വിധിയും അങ്ങനെ തന്നെ. ഇത് കുറച്ച് ആളുകളാണെങ്കിലും കുറേ പുതിയ ആളുകളെ കണ്ടെത്താൻ കുറേ ആളുകളെ കണ്ടു. ലിസി ടീച്ചറായാലും ഒക്കെ പുതിയ ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത് ഓരോരോ പുതുമുഖങ്ങളെ എത്തിക്കുന്നതിൽ മാഷ് വിജയിച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത് എത്തിക്കുന്നതിൽ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്രാവശ്യം നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതാണ് വേറൊരു കാര്യം. കാവ്യ ചർച്ചകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ചർച്ചകൾ, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചർച്ചകൾ നന്നായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നെഗറ്റീവും പറയട്ടെ. എനിക്ക് തോന്നിയൊരു കാര്യം പറയാണ്. ടൈം ഷെഡ്യൂൾ ഇന്നലെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ മാഷെ. ഒന്നും പറഞ്ഞരുത്. ഇന്നലെ എന്താ പറയുക, ഒരു നല്ല ക്ലാസ്സുകളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഇന്നലെ 2 നല്ല ക്ലാസ്സുകളുണ്ടായിരുന്നു. കുരിപ്പുഴ മാഷിൻ്റെ ക്ലാസ് കേട്ടിട്ട് ശരിക്കും ഉറങ്ങിയ നമ്മൾ ഉണർന്ന് വരും. ഒരു ടീച്ചർ ക്ലാസ്സിൽ വരുന്ന പോലെ ഒരു ഫീലാണ് കുരിപ്പുഴ മാഷ് ഇന്നലെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. നമ്മുടെ താളം, അപ്പോൾ ശബ്ദമാണ്, ശബ്ദമായാലും ആ ശബ്ദവും നമ്മുടെ കൈ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജവും അത് നമ്മളെ ഉണർത്തിക്കൊണ്ട് വരും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. നമ്മൾ വീണ്ടും ആ ഒരു നല്ലൊരു ഉണർവിലേക്ക് വന്നിട്ടുണ്ട്.
ഒരു ക്ലാസ്. അതുപോലെ തന്നെ അരിയല്ലൂർ ഞങ്ങളുടെ സ്വന്തം മലപ്പുറത്തിൻ്റെ കവിയായിട്ടുള്ള ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്സായിരുന്നു ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ ക്ലാസ്. പിന്നെ അങ്ങനെ തുടങ്ങി എല്ലാവരുടെ ക്ലാസ്സുകളും പക്ഷേ നല്ലത് തന്നെയാണ്, എല്ലാവരുടെ ക്ലാസ്സുകളും നല്ലത് തന്നെയാണ്. പക്ഷേ എന്നെ ആകർഷിച്ചതെന്ന് എനിക്ക് പറയാമല്ലോ, ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ കൃഷ്ണേട്ടൻ്റെ കവിത അപാര അപാര ഭാവം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അത്രയ്ക്കും ഭംഗിയായിട്ട് എന്ന് സനിൽദ ആ കവിത ചൊല്ലിയപ്പോൾ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള എല്ലാവർക്കും അങ്ങനെ അനുഭവപ്പെട്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അത് നന്നായിട്ട് നല്ല ഫീൽ ചെയ്തിട്ടൊരു കവിതയായിരുന്നു സനിൽദ എന്ന കവിത. അത് ഞാൻ കൃഷ്ണനോട് പറയുകയും ചെയ്തു, അന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ്, നമ്മുടെ ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മുടെ കവിത ചൊല്ലുന്ന ആ രീതി ഒക്കെ നമുക്ക് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തന്നെ. അങ്ങനെ ബിജുമാഷിൻ്റെ കടമ്പൻമൂത്ത വിത്ത് കവിതയിൽ വിത്ത് ശില്പശാലയിൽ നേരെ ആകർഷിച്ച ഒരു കവിതയാണ് കടമ്പൻമൂത്ത. അങ്ങനെയാണ് ഞാൻ മാഷോട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സബ് ജില്ലയ്ക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കടലിരമ്പുമ്പോൾ എന്ന കവിത ചോദിച്ചതും മാഷ് എൻ്റെ മോള് പാടി 3ാം സ്ഥാനം കിട്ടി. അപ്പോൾ അതെനിക്ക് എന്തോ ഓരോ ശില്പശാലകളും നമുക്ക് തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോ ശില്പശാലകളും നമുക്ക് പുത്തൻ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയും അങ്ങനെ ഒരു ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കാവ്യശിഖയ്ക്ക് സാധിക്കട്ടെ. ഇനിയും പുത്തൻ എഴുത്തുകാരെ കണ്ടെത്താനും പുത്തൻ എന്താണ് ആ എഴുത്തുകാരിലേക്ക് വരാനും ഇതിലൂടെ ഈ കൂട്ടായ്മയിലൂടെ കൂട്ടത്തിൽ സഞ്ചരിക്കാനും ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ അഖിൽക്ക് ഗോവിന്ദ്, പയ്യന്നൂർ ആണ് സ്വദേശം. കതിർ ക്യാമ്പ് സർഗാത്മകതയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ശരിക്കും അന്വർത്ഥമാക്കുന്ന അർത്ഥത്തിലാണ് ക്യാമ്പ് പോയത്. ഈ ക്യാമ്പിൽ വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇതേ ദിവസം ഞാൻ ഓൾറെഡി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഏറ്റിട്ടുണ്ടായിരുന്നു. നടത്താൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തൊരു പരിപാടി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ രേഖയിച്ച് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല. രാവിലെ മാഷോട് വിളിച്ച സമയത്ത് പറഞ്ഞു എനിക്കറിയില്ല. മാഷ് പറഞ്ഞു എന്തായാലും വരണം, ക്യാമ്പിന് എന്തായാലും വാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ലാസ്റ്റ് വരാൻ വേണ്ടി പറ്റിയത്. വന്നില്ലെങ്കിൽ വലിയ നഷ്ടമാവുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വാഗതയാണ് എൻ്റെ ആദ്യത്തെ മാഷിൻ്റെ ക്യാമ്പ്. വാഗത വിത്ത് വിത കതിർ, അതായത് ഒരു ചേർച്ചയില്ലേ സാധനത്തിന് എന്ന് പറഞ്ഞാൽ, ഒന്ന് വാഗത്തെ വയലെ, മറ്റൊന്ന് വിത്താണ്, പിന്നെ എന്താണ് വിതയാണ്, പിന്നെ അത് കതിരാണ്. അപ്പോൾ ഇതിനൊരു ഭയങ്കരമായ ഒരു കണക്ഷൻ ഉണ്ട് ഈ ക്യാമ്പുകളുടെ പേരുകൾക്ക് പോലും. അപ്പോൾ ഈ 4 ക്യാമ്പും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഓരോന്നിലും ശരി കൃത്യമായൊരു ട്രാൻസ്ഫോർമേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വായനയായാലും ഇതിനൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ കാണുന്ന MTയുടെ കാതികൻ്റെ പണിപ്പുരടക്കമുള്ള പുസ്തകങ്ങൾ, പിന്നെ രാമകൃഷ്ണ മാഷിൻ്റെ പുസ്തകം പുതുതായി കവിത എഴുതുന്നവരോട് പറഞ്ഞ പുസ്തകം, ഈ പുസ്തകമൊക്കെ ഈ ക്യാമ്പുകളിലാണ് ഞാൻ പരിചയപ്പെടുന്നതും വായിക്കുന്നതും നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എപ്പോഴും കൂടെയുള്ള ഒരാളായിട്ടാണ് എനിക്ക് രാവുണ്ണി മാഷെ തോന്നുന്നത്. കഴിഞ്ഞ 4 ക്യാമ്പുകളിലൂടെ ഞാൻ കണ്ട മാഷ് ഇപ്പോൾ കണ്ണൂർ ആദ്യത്തെ ക്യാമ്പിന് ശേഷം കണ്ണൂർ മാഷ് എപ്പോൾ വന്നാലും ആദ്യ മാഷം കളിക്കും. അത് ഭയങ്കര സന്തോഷമുള്ളൊരു സാധനം. പക്ഷേ ഒരു അഖിലെ ഞാനിങ്ങനെ കണ്ണൂർ വരുന്നുണ്ട്, നീ ഉണ്ടാവോ, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അത് ഭയങ്കര സന്തോഷമുള്ളൊരു സാധനം. അതുപോലെ അംബിക ടീച്ചറുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളൊരു കുടുംബം പോലെയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കാവ്യശ്രീയിൽ വന്ന മുതൽ കാവ്യശ്രീയിലെ ആളുകളൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഇവിടുന്ന് കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം ജീവിതത്തിലുണ്ട്. അങ്ങനെയൊക്കെ വലിയ വലിയ സന്തോഷം തരുന്നൊരു സംഗതിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പിൽ വരുമ്പോഴുണ്ട്. ക്യാമ്പ് സ്വാഭാവികമായിട്ടും ആൾക്കാർ കുറവായിരുന്നുവെങ്കിലും എല്ലാവർക്കും നന്നായി ഇൻട്രാക്ട് ചെയ്യാനോ ഇടപെടാനൊക്കെ പറഞ്ഞു. ബിജുമാഷെ കുറിച്ച് പിന്നെ പറയണം. ബിജുമാഷ് കഴിഞ്ഞ വിധ ക്യാമ്പിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. എന്ത് ഗംഭീരമായിട്ടാണ് കവിത എന്ന് പറയുന്നത്. ഒരു ജീവൻ പോലെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റുക എന്നുള്ളത് രാവുണ്ണി മാഷെ പോലെ തന്നെ ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്നത്. അത് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഓരോ കവിത ബിജുമാഷ് ചൊല്ലുമ്പോഴും
അത് ആളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കപടതയും ഇല്ലാതെ, ഒരു ഇതും ഇല്ലാതെ അത് ഭയങ്കര ഫീൽ ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗംഭീര മനുഷ്യന്മാര്. ഇന്നലെ ചാക്കോടി അന്തിക്കാടിനൊപ്പം ഒരു നാടകം കളിക്കാൻ പറ്റി മാഷ്. ഒരു നാടകം മാഷ് ഉണ്ടായിരുന്നില്ല, മാഷ് പോയി. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡ് കിട്ടിയ ഫീലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 1-ാം തരം നാടക പ്രവർത്തകന്റെ കൂടെ ഒരു വേദി പങ്കിടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷമാണ്. അപ്പോൾ രാഹുൽ മാഷ്, ചാക്കോടി, ബിജു മാഷ്, ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ ശ്രീജ ടീച്ചർ, പിന്നെ അപർണേച്ചി, ശ്രീ ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, അനീഷേട്ടൻ അടക്കമുള്ള ഗംഭീരമായ മനുഷ്യന്മാരെ തന്നത് ഈ ക്യാമ്പുകളായിരുന്നു. അപ്പോൾ ഗംഭീരമായ ക്യാമ്പ് ഇനിയും തുടരണം. കാവിശിക ഗംഭീരമായി മുന്നേറണം. അതിൻ്റെ അമരത്ത് മാഷ് ഉണ്ടാവണം. അപ്പോൾ ഗംഭീരമായ ക്യാമ്പുകൾക്ക്, സ്നേഹങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക്, സൗഹൃദങ്ങൾക്ക് ഇത് ഒരു തുടർച്ച തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ സൗഹൃദം നിലനിർത്താൻ നമുക്ക് പറ്റട്ടെ എന്ന് പറയുന്നു. സ്നേഹം, സന്തോഷം. സുഷമ. അതിന് 2 ദിവസം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. എങ്കിലും വളരെ നല്ലൊരു അനുഭവം തരുന്ന ക്യാമ്പായിരുന്നു. എൻ്റെ 3-ാമത്തെ ക്യാമ്പാണിത്. ആദ്യം ഇവിടെ വെച്ച് തന്നെ നടന്നത്, 2ാമത്തേത് ശ്രീകൃഷ്ണ കോളേജിൽ, 3ാമത്തേത് ഇപ്പോൾ ഇവിടെ. എന്തായാലും 2 ദിവസത്തെ ക്യാമ്പ് വളരെയധികം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. ഇവിടെ നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ രാഹുൽ മാഷിനെ ചേർത്ത് പിടിക്കലും ആ സ്നേഹവും തന്നെയാണ് വീണ്ടും ഇവിടേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതിൽ വളരെ നന്ദി പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇനിയും കൂടുതൽ ഊർജ്ജസ്വതയോട് കൂടിയിട്ട് ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ഇതുപോലെ തന്നെ എല്ലാവരെയും പുതിയ തലമുറയെ ചേർത്ത് പിടിക്കാൻ മാഷ് സാധിക്കട്ടെ. അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഇത്രയും മികച്ച രീതിയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പിന്നെ ഇനിയും ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. കൂടുതൽ വിളവത്ത കതിർമണികൾ എടുക്കാൻ അല്ലെങ്കിൽ കൊയ്തെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ക്യാമ്പ് സമ്മാനിച്ചിട്ടുണ്ടാവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരു പിറപ്പ് ക്യാമ്പ് തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ക്യാമ്പിൽ ഇതിപ്പം ഏകദേശം ഒരു 5-ാമത്തെ ക്യാമ്പായി തോന്നുന്നു. ഓരോ ക്യാമ്പിൽ വരുമ്പോഴും നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബിജു മാഷ്, അതേപോലെ തന്നെ ചാക്കോടി സാറിനെയും, അതേപോലെ ഇവിടെ തൃശ്ശൂരില്ല. അപ്പോൾ തൃശ്ശൂർ ഇതൊക്കെ, എൻ്റെ പേര് അനീഷ് എന്നാണ്, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇപ്പം എനിക്ക് കാസർഗോഡ് കഴിഞ്ഞ അടുത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജില്ലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരിപാടിയിൽ വരുന്ന സമയത്ത് തൃശ്ശൂരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ രാവണി മാഷും അജിയാട്ടനൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ വീട്ടുകാർക്കും വലിയ സന്തോഷമായി. പിന്നെ ഇവരൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന മനുഷ്യരാണെന്നുള്ളവരുടെ വീട്ടിൽ അവരൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് കാസർഗോഡേക്ക് വന്ന സമയത്ത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഞാൻ കൂടുതൽ പറയുന്നില്ല, വൈകിയതുകൊണ്ട് കൂടുതൽ നല്ല ക്യാമ്പായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. നല്ല അനുഭവങ്ങൾ തന്ന എല്ലാവരും, ദർശനേച്ചിയുണ്ട്, എല്ലാവർക്കും, ശ്രീജ ടീച്ചറിൻ്റെ എല്ലാവർക്കും, തൃശ്ശൂരിലെ എല്ലാവർക്കും, ടീച്ചറിൻ്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇടതിരിഞ്ഞിന് വിനോദമാണ്. ഞാൻ ഔപചാരികതയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ചില ആൾക്കാരെ ഓർത്ത് എല്ലാവരെക്കാളും ദുഃഖിതനായിട്ടാണ് നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, വാക്കിലയിലൂടെ വരികയും വിതയിലൂടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുകയും
ഈ ഈ കതിരിൽ വരാതിരിക്കുകയും ചെയ്ത മിടുക്കന്മാരും മിടുക്കുകളുണ്ട്. സത്യത്തിൽ അവർ ജയിച്ചു എന്നാണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ഭംഗിയായിട്ട് തോൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിലല്ല കാര്യം, അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണെന്നും അത് സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായി എല്ലാവരിലേക്കും പകർന്നു കിട്ടിയ ഊർജ്ജത്തിൽ നിന്നാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊരു വല്ലാത്തൊരു ഊർജം ഈ ക്യാമ്പ് തരുന്നുണ്ട്. അതിലെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇവിടെ നിന്ന് പോകുന്ന ഇപ്പോൾ നിലവിലുള്ള എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, കവിശിക കൃത്യമായി മുന്നോട്ട് പോകുന്ന അജണ്ടകളുള്ള കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടനയ്ക്ക് അതിൻ്റേതായ എല്ലാ അടുക്കും ചിട്ടയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിലൂടെയുള്ള സൗഹൃദങ്ങൾക്കും അതിലൂടെ വളർന്നു വരുന്നവർക്കും അസലാവുമ്പോഴും നിർദ്ദേശങ്ങൾ തരാൻ ആവശ്യകതയുണ്ട്, ആവശ്യകത നയിക്കുന്നവരുമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾ കേട്ട് വീട്ടിലിരിക്കുന്നവരായി മാറിപ്പോകരുത് എന്ന് മാത്രം എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നല്ല പഞ്ചാരിമേളം കേൾക്കാം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്, 10 ദിവസമുണ്ട്. അപ്പോൾ എല്ലാവരെയും അതുകൂടി കണ്ടിട്ട് ജില്ല വിട്ടാൽ മതി എന്നാണ് പറയാനുള്ളത്. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. സംഗമേശൻ്റെ മണ്ണിൽ ഇപ്പോൾ 2 നേരം പഞ്ചാരിമേളത്തോടുകൂടി 15 ആനകളോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാവും, മേള ഉണ്ടാവും, പിന്നെ മറ്റു കലാപരിപാടികളൊക്കെ ഉണ്ടാവും. എല്ലാത്തിനും ക്ഷണിച്ചുകൊണ്ട് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു. അവിടെ മേളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം. മറ്റു ജില്ലക്കാർക്ക് വിനോദം അവിടെ ഉണ്ടാവില്ല കേട്ടോ. വിനോദത്തിന് വേറെ ജോലിയുണ്ട്. അജിതാനന്ദ ഏതായാലും സംസാരിക്കുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയും സുപ്രണ്ട് പ്രിയമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ വാചാലമാകില്ല. അത് നാം അഭിമുഖീകരിക്കുന്ന ഒരു സമയം ഒരു യാത്ര പറച്ചിലിൻ്റെ സമയം. ചുരുങ്ങിയ ഇടവേളകളെ കൊണ്ട് സ്വത്വപരമായ അല്ലെങ്കിൽ ഹൃദയപരമായ ഇടിച്ചുകയറ്റങ്ങൾ നാം പരസ്പരം ഹൃദയത്തോട് ഇടിച്ചു കയറുന്ന 3 ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഈ കതിരിലേക്ക് എത്തിപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ മാഷോടൊപ്പം 5-6 ക്യാമ്പുകളായി മാഷോടൊപ്പം ഉണ്ട്. എന്നെ പരുവപ്പെടുത്തുന്നതിൽ നവീകരിക്കുന്നതിൽ മാഷോടൊപ്പമുള്ള യാത്രകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യകാല കവിതകൾ മുതൽ ഇന്ന് രാവിലെ വായിച്ച കവിതകൾ വരെ എടുത്തു നോക്കിയാൽ മാറ്റം പ്രകടമാണ്. എന്താണ് നാം ഇവിടെ നിന്ന് നേടിയത് എന്നത് അവനവൻ സ്വയം ഉള്ളാൽ തീരുമാനിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അഖില് പറഞ്ഞതുപോലെ വാക്കിൻ്റെ ഇലയിണക്കങ്ങളിൽ നിന്ന് വാക്കിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വിത്തും വിതയുമായി കതിരണിഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരമായ പ്രതീതിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ കതിരുകൾ കൊയ്യേണ്ടത്, എനിക്ക് ആ പാട്ടിപ്പഴം പറഞ്ഞു, നമ്മൾ കൊയ്യും കതിരെല്ലാം നമ്മുടേതാകും. ആ കതിര് നമ്മുടേതായി മാറുന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടി നിങ്ങളെ സജ്ജമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കതിരുകൾ മനസ്സിൽ സൂക്ഷിക്കുക. വിതയൊരുക്കങ്ങളായി കവിത അല്ലെങ്കിൽ എല്ലാം എഴുത്ത് വിതയ്ക്കപ്പെടേണ്ടതാണ്. വിതയ്ക്കുവാൻ പാകമായി വീണ്ടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇപ്പോൾ നാം വിളയിച്ചെടുത്തിട്ടുള്ള കതിര് നാളെ വിത്തായി വീണ്ടും വിതയായി മുളച്ച് വളർന്ന് നാം വിട്ട് വീണ്ടും കതിരായി മാറേണ്ട ഒന്നാണ്. ആ ഒരു പ്രക്രിയയാണ്
കാവ്യശ്രീയും അനുബന്ധ സാഹിത്യ കൂട്ടായ്മകളും രാവുണ്ണി മാഷും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ചാക്രികമായിട്ടുള്ള ക്രമപ്പെട്ടു പോകുന്ന സംവിധാനമാണ്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത്, പകർന്നു കിട്ടിയിട്ടുള്ളത് നമ്മുടെ മുൻപേ സഞ്ചരിച്ച ആളുകളുടെ അനുഭവങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. മാഷ് സഞ്ചരിച്ച വഴികളിൽ അനുഭവിച്ചറിഞ്ഞ, തിരിച്ചറിഞ്ഞ, ജീവിച്ചറിഞ്ഞ അനുഭവങ്ങളെ മാഷിൽ തന്നെ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അത് വിതയ്ക്കുവാൻ, വിത്താകുവാൻ, വീണ്ടും വിളവെടുക്കുവാൻ ശേഷിയുള്ള ശക്തമായ വിതകളാക്കി മാറ്റി തീർക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ വിതയ്ക്ക് പാകപ്പെട്ട കതിരുകളായിട്ട് സൂക്ഷിക്കുവാൻ, ഇത് നമുക്ക് തിരിച്ചു തന്ന, നമുക്ക് ലഭിച്ച ഈ കതിരുകളെ നാളെയുടെ വിധഭാഗങ്ങളാക്കി മനസ്സിൽ സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് സ്വയം നവീകരിക്കുവാനും പതിര് പാറ്റിക്കളഞ്ഞ് വിതയ്ക്കുവാൻ വേണ്ട അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണൊരുക്കി, നിറമൊരുക്കി, ജലമൊരുക്കി സംരക്ഷിച്ച് നാളെയുടെ വഴിത്താരകളിൽ പ്രിയമുള്ളവരെ വീണ്ടും കതിര് പൂക്കുവാനുള്ള അവസരങ്ങളായി ഇത്തരം ക്യാമ്പുകളെ, ഇത്തരം അനുഭവങ്ങളെ നിങ്ങൾ മനസ്സിലേറ്റുക. നാളെ തിരിച്ചു കൊടുക്കേണ്ടത്, നിങ്ങൾ നേടുന്നത് നിങ്ങൾ തിരിച്ചു കൊടുത്തേ മതിയാവും. വരുന്ന തലമുറയ്ക്ക് തിരിച്ചു കൊടുത്തേ മതിയാവും. ഞാൻ ഏറ്റവും അഭിമാനത്തോടുകൂടി, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നമ്മളെല്ലാം ജീവിത പ്രാരാബ്ദമുള്ള പിറകെ ഓടുന്നവർ. 3 ദിവസം മാറി നിൽക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വലിയ പ്രയാസം. അന്നന്ന് ജോലിയെടുത്താൽ അന്നന്ന് ജീവിക്കാം, കൂട്ടിവെക്കാൻ നമുക്കൊന്നുമില്ല. അപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്നത്, കൊണ്ടുപോകുന്നത് എല്ലാ പ്രാരാബ്ദങ്ങളുടെയും പ്രയാസങ്ങളുടെ ഇടയിൽ നിന്ന് അല്പം സന്തോഷിക്കുവാൻ, നവീകരിക്കപ്പെടുവാൻ, ചേർന്ന് നിൽക്കുവാൻ കുറച്ച് സമയങ്ങളാണ്. ഇതൊരു പക്ഷേ എനിക്ക് മാഷിനെപ്പോഴുള്ളവർ പകർന്നു തരുന്നത് തീർച്ചയായും എനിക്ക് ശേഷം വരുന്നവർക്ക് കൊടുക്കേണ്ടതാണ്. അതിൽ ഞാൻ നവീകരിക്കപ്പെടേണ്ടതാണ്. അനുഭവങ്ങളെ ഇനിയും ഒരുപാട് ചേർത്ത് വയ്ക്കപ്പെടേണ്ടതാണ്. ഒട്ടും കുറവല്ല. ഈ ക്യാമ്പിൽ 3 ദിവസം കൊണ്ട് 15 ചെറിയ കവിതകൾ രൂപപ്പെടുത്തി വെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് 3 ദിവസത്തിൻ്റെ പ്രത്യേകത. വളരെ മാറ്റപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ മാഷിനും ഞാനും സഞ്ചരിക്കുന്ന സമയത്ത് ദീർഘമായ കവിതകൾ എഴുതിയിരുന്ന ആളാണ്. സഞ്ചരിക്കുന്ന സമയത്തൊക്കെ അതാ സമയത്ത് എനിക്ക് തോന്നുന്ന ചിന്തകൾ, എൻ്റെ മനസ്സിൽ വരുന്ന പ്രതിഷേധങ്ങളായാലും എന്ത് തന്നെയായാലും എൻ്റെ വികാരങ്ങൾ അപ്പം തന്നെ ഞാൻ, അത് സ്വാഭാവികം, നമ്മൾ എഴുതണമെന്ന് പറഞ്ഞില്ല. കവിതകളായാലും എഴുത്തായാലും ഒരിക്കലും നിങ്ങൾ എഴുതാൻ വേണ്ടി എഴുതരുത് എന്നാണ് ഈ ക്യാമ്പ് നൽകുന്ന പാഠം. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് എഴുത്ത്. നാം അനുഭവിക്കുന്ന വിഷയങ്ങളെ, നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ, നാം നിൽക്കുന്ന സാഹചര്യങ്ങളെ, നാം എടുക്കുന്ന നിലപാടുകളെ അപ്പാടെയെല്ലാം പ്രതിഫലിക്കുന്നതാണ് നമ്മുടെ വാക്ക് പരമമായ സത്യമായും സ്വന്തമായും മനസ്സിൽ സൂക്ഷിക്കുവാൻ ഇത്തരം വിധയൊരുക്കങ്ങളും കതിരണികളും ഒക്കെ സഹായിക്കുന്നതാണ്. അത് ഒരേ ഒരു അപേക്ഷയുള്ളൂ, പതിര് പാറ്റി പാഴമാക്കി നാളെയുടെ കരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക. അത് ഈ ക്യാമ്പിനും എന്ത് തന്നെയാണ് മാഷിൻ്റെ ശ്രമങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് മാഷ് മാത്രമല്ല, മാഷിന് കൊടുക്കുന്ന പിന്തുണ അപ്പുറത്തൊരു വലിയ പിന്തുണയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഈ വഴികളിൽ സഞ്ചരിക്കാൻ മാഷിക്ക് കൊടുക്കുന്നൊരു പിന്തുണയുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഒന്നും ആലോചിക്കാതെ എവിടെയും പോയി വരാനും കറങ്ങി വരാനുള്ള ഒരു സംവിധാനം. അത് കവിത ഉള്ളിൻ്റെ ഉള്ളിലുള്ള കൊണ്ടാണ്. ഞാൻ എന്താണെന്ന് എന്നെ തിരിച്ചറിയുന്നതുകൊണ്ടാണ്, എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അത്തരം സ്വയം തിരിച്ചറിവുകളായി, മനസ്സിലാക്കലുകളായി, മനസ്സിലാക്കപ്പെടുകളായി മാറുവാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 3 ദിവസക്കാലം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഒരുപാട് നന്മകൾ. അതിനൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പറയാതെ വെച്ച ഒരു 1-2 മാസക്കാലമായി നിരവധി പേരുടെ നിരന്തരമായ അധ്വാനത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഒരു വലിയ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. ഗ്രൂപ്പ് രൂപീകരിച്ചത് മുതൽ 3 ഗ്രൂപ്പുകളായി തിരിക്കുന്നത് മുതൽ ഇതിൻ്റെ ബാഡ്ജ്, ടാഗ്, ബാഗ്, ഭക്ഷണം, മറ്റ് തയ്യാറെടുപ്പുകളടക്കമുള്ള വലിയ പരിശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടത്തിയ, ഉറങ്ങാതെ ഇരുന്ന് പണിയെടുത്ത നിരവധിയായ ആളുകളുണ്ട്. അവരെ ഒറ്റ വാക്കിൽ കാവ്യശ്രീയുടെ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ള വഴികളിൽ
കയ്യും മെയ്യും മറന്ന് ഒന്നിച്ചു കൂടിയ കുറേ മനസ്സുകൾ, ആ മനസ്സുകളുടെ ഇഴുകിച്ചേരലാണ് എല്ലാ പരിപാടികളുടെയും വിജയം. അതുകൊണ്ട് ഈ പരിപാടി വർത്തമാന സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഗംഭീരമായി വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അത് ആ അഭിമാനബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ വാക്കുകളെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മാണിയംകുളം സുബ്രം അങ്ങനെ പറയണ്ട വരും. അത്രയും വെച്ച് നമുക്ക് നമ്മുടെ ഈ വിലയിരുത്തൽ അവസാനിപ്പിക്കാം. സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അത് കിട്ടുമ്പോൾ ആഗ്രഹിക്കുന്നത്. രേഖ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ 3 ദിവസത്തെ ക്യാമ്പ് നല്ല ക്യാമ്പായിരുന്നു. ഇത് മൂന്നാമത്തെ ക്യാമ്പാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഒരു ക്യാമ്പിൽ രജിസ്റ്ററായിട്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. ഗുരുവായൂർ ക്യാമ്പിൽ എനിക്ക് പെട്ടെന്നൊരു പനി വന്നു, ഹോസ്പിറ്റലായി. വല്ലാത്ത സങ്കടമായിപ്പോയി. പക്ഷേ ഈ ക്യാമ്പ് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട്. ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. ഈ ക്യാമ്പിൽ, അതായത് എനിക്ക് ബാക്കിയുള്ള ക്യാമ്പിൽ എനിക്കെൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ രാവണി മാഷ വഴി എനിക്ക് സാധിച്ചു. അതുകൂടാതെ ഈ തവണ നമ്മൾ വാർഷികത്തിന് വന്ന് അജയ് മാഷിൻ്റെ കാറിലാണ് ഞാനും സാധാ ടീച്ചറും സ്വരാജും കൂടി പോയത്. ആ സമയത്ത് സ്വരാജ് എൻ്റെ വരയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അജയ് മാഷ് രാവണ മാഷെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശികാഗോ ഓൺലൈനിലേക്ക് ഒരു കാർട്ടൂൺ വരച്ച് മേടിക്കുന്നു. ഞാൻ നേരത്തെ വരച്ചിരുന്ന കുറച്ച് കാർട്ടൂണുകൾ അയച്ചു കൊടുത്തു. അത് മാഷ് കാണാനിടയായി. അപ്പോഴാണ് അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാർട്ടൂൺ വരച്ചു കൊടുത്തു. അപ്പോൾ മാഷ് അത് കണ്ടിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 10 പ്രദർശനത്തിന് വയ്ക്കുക എന്ന് പറഞ്ഞു. ഞാൻ കാർട്ടൂണുകൾ വർഷങ്ങളായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിലും, അതായത് നമ്മൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ, നമ്മൾ പത്രം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്ന കാര്യങ്ങൾ നമ്മൾ വരച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഇതുവരെ പ്രദർശനം നടത്തിയിട്ടില്ല. പക്ഷേ ഈ തവണ ഈ ക്യാമ്പിൽ എനിക്കത് പ്രദർശനത്തിന് രാവണ മാഷ് അനുമതി തന്നു. എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നി. എന്നുവെച്ചാൽ പലരും എന്നോട് ഇത് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഇപ്പോൾ ഗ്രാമസ്ഥലത്തിലേക്ക് ഒരു കാർട്ടൂൺ വരച്ചു കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പുതിയ പലരെയും നമ്മൾ പരിചയപ്പെട്ടു. പഴയ മുഖങ്ങളും നമുക്ക് ഇവിടെ എത്തിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ പോയി ഇത് കാണാതാകുമ്പോൾ വരുന്നൊരു ഇതുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. അംബിക ബാഗിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ക്യാമ്പ് എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. മാണിയംകുളം സുബ്രൻ കാർട്ടൂൺ വരയ്ക്കുന്ന പറഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ രൂപം വെച്ച് ഇതിൻ്റെ അകത്തൊരു നർമ്മമുണ്ടെന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ കാർട്ടൂൺ വരച്ച് വെച്ചപ്പോൾ ഒന്നാന്തരം കാർട്ടൂണാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രദർശനം വെച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ തന്നെയാണ് പ്രകാശനം ചെയ്തത് നാട്ടിൽ പോയിട്ട്. അപ്പോൾ വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. ഏറ്റവും വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ക്യാമ്പിനെ കുറിച്ച് നിങ്ങളെത്ര നന്നായിട്ട് പറഞ്ഞാലും ക്യാമ്പിൽ എവിടെയൊക്കെ പിഴവ് പറ്റിയതൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അറിയാത്തതുകൊണ്ടല്ല, ചിലത് യാദൃച്ഛ്യമായിട്ട് കൂട്ടിയിടിച്ച് സംഭവിക്കുന്നതാണ്. പ്ലാനിങ്
കറക്റ്റ് തന്നെയായിരുന്നു. അതിന് നൂറ്റിരിക്കട്ടെ അങ്ങനെ ഇരുന്ന് ആൾപ്പട ഈ നിലയ്ക്കായതാണ്. പിന്നെന്താ വെച്ചാൽ ഓരോ ക്യാമ്പും കഴിയുന്ന സമയത്തൊരു സമാധാനം, ക്യാമ്പ് കഴിഞ്ഞിട്ടില്ലുള്ളത് ഒരു 3 മാസം 4 മാസത്തെ മാനസിക അധ്വാനമാണ്. അപ്പോൾ അതിനോട് കഴിയുന്ന സമയം ശരിക്കും ഒരു സമാധാനമുണ്ട്. പക്ഷെ ഒരു കൊല്ലൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാരെ അവിടെ പോയി തോന്നിയോളൂ. ക്യാമ്പിൽ ഇപ്പോൾ നമ്മൾ വെറുതെ മര്യാദയ്ക്ക് വീട്ടിലിരിക്കുക അല്ല, നമുക്ക് ക്യാമ്പിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചു ക്യാമ്പിലാണ് ശരിയാകട്ടെ എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പതുക്കെ മെയ് 14-15 ഡേറ്റ് പുലിവാൽ പിന്നെ കയ്യിൽ പോകില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊന്ന് അവസാനിപ്പിക്കുക എന്നാലോചിക്കുമ്പോൾ ഞാൻ നടക്കുന്നത്. ഇതെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ സംഗതിയുണ്ട്, നമ്മൾ ഇതിന് പോസ്റ്റർ പോലെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ. ഒരുപാട് പേര് ഇതിൻ്റെ ഒപ്പം ലാഭമില്ലാതെ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ആളുകളുടെ അധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമാണ് സാഹിത്യക്കാർക്കുള്ളത്. അതങ്ങനെ ഒരു കൂട്ടായ്മയായി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് കാവ്യശികയുടെ ക്യാമ്പുകളുടെ വലിയ പ്രത്യേകത. പിന്നെ എന്ന് ഞാൻ അനുഭവിച്ച സംഗതി ഭയങ്കരമായൊരു സ്നേഹത്തിൻ്റെ വിളവെടുപ്പാണ് കാവ്യശിക. അത്രയധികം എവിടെ പോയാലും നമ്മൾ വീട്ടിൽ പോയി സംസാരിച്ച് വരുമ്പോഴേക്കും കാണാം നമ്മുടെ കൂട്ടുകാരുടെ വലിയ സംഗതി. അതൊരു നിസ്സാരമായ സംഗതിയല്ല. എവിടെയുണ്ട് അത് ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തറിയില്ലൊരു എവിടെ ചെല്ലുമ്പോഴും കവിതയുടെ പേരിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഈ ക്യാമ്പുകളും ഈ ശക്തിയുമൊക്കെ കൂടി ചേർന്ന് നമ്മുടെ വീടൊന്ന് വലുതായതുപോലെ ഇതിൻ്റെ അംഗസംഖ്യ 3 4 എന്ന് മാറി 100 ആൾക്കാർ കൂടി ചേർന്നൊരു വലിയ കുടുംബത്തിൻ്റെ നാഥനായി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇതിൽ പല ആൾക്കാരുടെ വീടുകൾക്ക് നമ്മുടെ ഈ അനീഷ് പങ്കാട്ടിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അനീഷ് പങ്കാട്ട് കേൾക്കാൻ വേണ്ടി പറയണത്, അനീഷ് പങ്കാട്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ അനീഷ് പങ്കാട്ടിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഏതൊരു മരണ വീട്ടിൽ പോയാലും ചിരിച്ചുകൊണ്ടിരുന്നത് ആ ചിരി പോത്ത് പറ്റില്ല. അതെനിക്ക് ഏറ്റവും അത്ഭുതം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അതിശയം തോന്നിയ സംഗതി, അങ്ങനെ വീട്ടിൽ പോയപ്പോൾ ഭാര്യ ഇങ്ങനെ തന്നെ ചിരിക്കുന്നു, കുട്ടിയുടെ പതുപോലെ തന്നെ ചിരിക്കുന്നു, ആകെ ഒരു ചിരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മാത്രം ഒരു വിഷാദത്തിരിക്കുന്ന ഫോട്ടോ അവിടെ വീട്ടിലുണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ അടുത്ത കൊല്ലം ക്യാമ്പ് നടക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം പക്ഷെ നടക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഏതാണ്ട് ജനുവരി മാസം കഴിയുമ്പോൾ വെടിവെപ്പ് ഉണ്ടാവും. പിന്നെ എല്ലാ കൊല്ലവും ഞാൻ ചെറുപ്പം പണിയുണ്ട്. ആ കെട്ടിയിടില്ല, അവിടെ പുസ്തകത്തിലും കെട്ട്. ഇത് കഴിഞ്ഞ ഇന്നലെ മിന്നാമൊക്കെ എൻ്റെ വീട്ടിലിരുന്ന് തിരഞ്ഞു പിടിച്ച് ഞാൻ കെട്ടി പാക്ക് ചെയ്തിട്ടാണ് പുസ്തക പ്രദർശനം. എൻ്റെ ഭാര്യ അതിൽ കൂടെ പോകുമ്പോഴൊക്കെ ജോലിയുണ്ട്. ഇതെന്തിനാണ് ഇത് ഇവിടുന്ന് അവിടേക്ക് കൊണ്ടുപോകണം, അത് കഴിഞ്ഞ് അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഒരാൾ പോകുമ്പോൾ അങ്ങനെ. ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നത്തെ വീട്ടിലേക്ക് എത്തിക്കാണ്. കാരണം ഞാൻ ഇന്ന് വന്നിട്ട് സ്കൂട്ടറുമ്മ ഈ സാധനം പോരില്ലേ. പിന്നെ ഒരു പ്രതീക്ഷ വെങ്കടശ്ശേരിക്ക് വണ്ടി വന്നിട്ടുണ്ട്, ആ വണ്ടിയുടെ ആൾപ്പെടുന്ന പ്രതീക്ഷ. അപ്പോൾ അടുത്ത കൊല്ലം ആ പെട്ടി കാണും. അതിന് പിന്നത്തെ കൊല്ലം ഞാൻ ക്യാമ്പ് നടത്തുന്നെങ്കിൽ ഇതേ പെട്ടി കാണും. നിങ്ങളൊന്ന് തൊട്ട് നോക്കുക പോലും ചെയ്യില്ല. അപ്പോൾ ആവട്ടെ, അടുത്ത കൊല്ലം ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിൽ നടക്കുന്നവരത് ഒരു 7 സെഷനായി 7-8 ഗസ്റ്റ് മാത്രം വെച്ച് പരമാവധി ആൾക്കാർക്ക് പങ്കെടുത്ത് വരുന്ന നല്ലൊരു ക്യാമ്പായി. 40 പേര് കവിയാത്തൊരു ക്യാമ്പായി. കുറച്ചുകൂടി ഒതുക്കുള്ളൊരു ക്യാമ്പസിലേക്ക്. അപ്പം തന്നെ മനസ്സിലാവുന്ന സീസൺ പോയത്. അപ്പം തന്നെ ആരവിടെ നോക്കുക എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ പോകും. വന്നു പയ്യടി അവിടുത്തെ ഒരു ലോക്കൽ ഗാഡിയും വന്നു. അത് കുറച്ചുകൂടി ഒതുക്കുന്നുണ്ട്. ഇക്കൊല്ലം ഇവിടെ ചെയ്യാണ്ടിരിക്കാൻ കാരണം ഉണ്ട്. ഇക്കൊല്ലം അവിടെ വെക്കാണ്ടിരിക്കാൻ കാരണം നമ്മളവിടെ വലിയൊരു പ്രോഗ്രാം വെക്കാൻ പോകുന്നത്. അത് ഒക്ടോബർ മാസത്തിൽ KP രാമകൃഷ്ണൻ മാഷയുടെ 90ാം പിറന്നാളാണ്. അത് ഗുരുവായൂരിൻ്റെയും മാഷ ശിഷ്യരുടെയും മാഷ് പഠിപ്പിച്ച ക്യാമ്പസാണത്. മാഷയുടെ ആ ഒരു കോളേജിൻ്റെയും സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും കാവ്യശിക മുൻകൈ എടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ഈ വർഷം അവിടേക്ക് നമ്മൾ പോകാണ്ടിരുന്നത്.
പക്ഷെ കവിതയ്ക്ക് ഒക്കെ പറ്റിയൊരു കുറച്ചുകൂടി നല്ലൊരു ഒതുക്കം അവിടെയുണ്ട്. കേരളം നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു വാചകം പറഞ്ഞത് ഞാൻ നിർത്താം. എൻ്റെ നാട് എങ്ങനെയാണ് എന്നെയും എൻ്റെ കാർജീവിതത്തിൽ രൂപപ്പെടുത്തിയത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. പക്ഷേ അതിനേക്കാളേറെ മാറ്റിമറിച്ചത് ഈ ക്യാമ്പസാണ്. ഞാൻ കേരളം കോളേജിനെ കുറിച്ച് എഴുതിയിട്ട് ഞാനിവിടെ വരുന്നത് ഡിഗ്രിക്ക് വരുന്നത് 77-ലാണ്. പിന്നൊരു 6 കൊല്ലം ഞാൻ ഈ ക്യാമ്പസിലുണ്ടായിരുന്നു. ആ കാലത്തെക്കുറിച്ച് ഞാൻ എഴുതിയത് അതിശക്തമായി തിണ്ടുകൾ തകർത്തുകൊണ്ട് കുതിച്ചു പാഞ്ഞു വരുന്ന ഒരു പുഴയിലേക്ക് കാലെടുത്ത് വെച്ച പോലെയാണ്. പിന്നെ പുഴ നമ്മളെ കൊണ്ടുപോകും. അതിഗംഭീരമായിട്ടൊരു ക്യാമ്പസ് കാലാവസ്ഥയിലേക്കാണ് 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന വലിയൊരു സ്വാതന്ത്ര്യ അഭിനിവേശത്തിൻ്റെയും അടിയന്തരാവസ്ഥ പിന്നെ വിരുദ്ധ രാഷ്ട്രീയ പ്രയോഗങ്ങളുടെയും ഒരു ചുവന്ന ക്യാമ്പസിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ക്യാമ്പസിനെ കൊണ്ടുപോയിട്ട് വളരെ പൊടുന്നിനെ മാറ്റി. ഈ ക്യാമ്പസിൽ ഞാൻ വന്ന് 2 കൊല്ലത്തിനുള്ളിൽ വെറുതെ ഒരു നാട്ടുപുറത്ത് മാത്രം ജീവിച്ചിരുന്ന ഞാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്നൊരു എഴുത്തുകാരനായിട്ട് മാറുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുധാരയിലേക്ക് എടുത്തെറിയപ്പെട്ട അവർ കാലം എങ്ങനെയാണ് മാറ്റി തീർത്തത് എന്ന് ഇന്നും അവിശ്വസനീയമാണ് എന്നെപ്പോഴാണ്. പക്ഷേ കേരളമേലെ ആ കാലത്തെ ആൾക്കാർ പറയുന്നത് കേരളോർമ്മ ക്യാമ്പസിനെ മാറ്റിമറിച്ച ഒരു സർഗാത്മകയുടെ വക്താവാണ് ഞാനാണ്. വാസ്തവത്തിൽ തന്നെയല്ല. ഇപ്പം തമിഴ് ഭാഷയൊക്കെ പറയും കേരളോർമ്മയുടെ ഹൃദയം തൊട്ട കവി എന്ന് പറയും. പക്ഷെ അത് അങ്ങനെയല്ല. അത് വാസ്തവത്തിൽ എന്നെയാണ്, ഈ ക്യാമ്പസ് എന്നെയാണ് ഞാൻ ഈ ക്യാമ്പസിനെല്ലാം മാറ്റി തീർത്തത്. കേരളോർമ്മയ്ക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ വീടിനേക്കാൾ അവകാശപ്പെട്ട ഇടം, എൻ്റെ നാട്ടുവ്യവസ്ഥകൾ എൻ്റെ നാടിനേക്കാൾ എനിക്ക് അവകാശപ്പെട്ട ഇടം ആ ഒരു മണ്ണിലേക്കാണ്, ആ ഒരു ഓർമ്മകളിലേക്കാണ്. 4500 കുട്ടികൾ പഠിച്ചൊരു ക്യാമ്പസിൻ്റെ എവിടെ തിരിഞ്ഞാലും കുട്ടികൾ മാത്രമുള്ളൊരു ക്യാമ്പസിൻ്റെ കോളേജുകളിൽ ചേർന്നവരായിരുന്നു എന്നുള്ളത് ഇന്ന് എനിക്ക് അവിശ്വസനീയമായി തോന്നുന്നു. ആ ഒരു കാലത്ത് എങ്ങനെയാണ് എന്നെപ്പോലൊരാൾ ഒരുപാട് അപകർഷതാബോധവും ഏകാഗ്രതയും ഒക്കെയുള്ള ഒരാൾ എങ്ങനെയാണ് ക്യാമ്പസിൻ്റെ നെറുകിലേക്ക് കയറി വരുന്നത്. അങ്ങനെ നമ്മളെ മാറ്റി തീർത്തൊരു വലിയ ക്യാമ്പസാണ്. ആ ക്യാമ്പസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീണ്ടും ഒരു യുവത്വം വീണ്ടും കിട്ടുന്നതാണ് ഈ ക്യാമ്പസിൻ്റെ അനുഭവം. ഞാൻ പറഞ്ഞുകൊണ്ട് അത് അത്തരമൊരു ഇടമാണ്. അത് കേരളത്തെ കുറിച്ച് പറയാവുന്ന പോലെ ഏതൊരു ക്യാമ്പസിനെ കുറിച്ചുമുണ്ട്. ഏതൊരു ക്യാമ്പസും അതിലൂടെ കടന്നു പോയാലും മുഴുവൻ അവരുടെ യൗവനങ്ങളെ ഉല്ലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പസും ഉണ്ട്, എല്ലാ സ്കൂളും ഉണ്ട്, എല്ലാ ഗ്രാമവും ആ ഗ്രാമത്തിൽ ജനിച്ച മക്കളെ നന്നായി വളർത്തിയെടുത്തിട്ടുണ്ട്. എൻ്റെ നാട് എന്നെ എന്നതുപോലെ എല്ലാ നാടും, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്ടുകാർ എന്നെ വളർത്തിയതുപോലെ എല്ലാ വീടുകളും നന്നായി നോക്കിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഒന്നും മറ്റൊന്നിനൊക്കെ വലുതെന്നും ഒന്നും മറ്റൊന്നിനൊക്കെ മേത്രമെന്നും ഒന്നും നമ്മൾ വിചാരിക്കില്ല. നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റി, നമുക്കിവിടെ വളരാൻ പറ്റി, നമുക്ക് ഇവിടെ അത് വഴിവെള്ളി പറയും ആസാം പണിക്കാരൻ. അത് നമ്മുടെ ജീവിതത്തിന് വലിയ ഭാഗ്യം, വലിയ സന്തോഷം. ആ സന്തോഷം മനസ്സിപ്പോഴും ബാക്കി നിൽക്കുന്നതാണ്. ആവട്ടെ. അപ്പോൾ ഈ പറഞ്ഞ തന്നെയാണ് വീണ്ടും എന്താ പറയുന്നു, ക്യാമ്പിൻ്റെ കടകളിലേക്കും പ്രാരാബ്ദങ്ങളിലേക്കും ക്യാമ്പിൻ്റെ കാൽക്കഴപ്പുകളിലേക്കും തന്നെയാണ് നമ്മൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചാക്കോടിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും ഇല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓരോ കൊല്ലം കഴിയുന്തോറും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന പോലെ തന്നെയാണ് കൂടുതൽ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അത് ഏത് സംഘാടനത്തിലും അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അതൊരു 5% നെഗറ്റീവ് ഉണ്ടാവും, 95% പോസിറ്റീവ് തന്നെയാണ്. അതൊരു വീട് നയിക്കുമ്പോഴുണ്ട്, നാട് നയിക്കുമ്പോഴൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ നടത്തുമ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കപ്പെടില്ല. കാരണം എല്ലാം വേറെ രീതിയിൽ പണം മുടക്കിക്കൊണ്ടാണ് അതിന് ഗ്ലാമറിലൂടെയാണ് പോവുക. അപ്പോൾ അതിനൊക്കെ എല്ലാ തലത്തിലും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. ഇവിടെ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, നമ്മുടെ പരിമിതമായ ഫണ്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഏത് കാര്യങ്ങളും ഫുള്ളായിട്ടുള്ള ഇത് തന്നെയാണ്. നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. കാരണം ആ പ്രശ്നങ്ങളിലൂടെ പോകുന്നത് തന്നെയാണ്. ഈ ഉറുമ്പുകൾ അരിമണി ചുമക്കുന്ന പോലെയാണ് കവികൾ കവിത ചുമക്കുന്നതെന്നാണ് ഞാൻ എൻ്റെ കവിതയിൽ എഴുതിയത്.
കുടുംബങ്ങൾ അരിമണി ചുമക്കും, കവികൾ കവിത ചൊല്ലും. നമ്മുടെ സാഹിത്യം ആണ് നമ്മുടെ വാക്കുകൾ. പിന്നെ തുടക്കം മുതൽ എനിക്കുള്ള സന്തോഷം നമ്മൾ ഇപ്പം ഞാൻ ശ്രീജാബു രാവണഭാഷ പറയാറുണ്ട്, നമ്മൾ ഇതെടുത്തൊരു 40ഓളം ഫയലുകൾ കാവ്യശിഖയുടെ യൂട്യൂബിൽ കയറുന്നുണ്ട്. 21 കയറി കഴിഞ്ഞു. ഡോക്യുമെൻ്റ് ചെയ്യുന്നത് അത് ചരിത്രരേഖയാണ്. ആദ്യകാലങ്ങളിലെ ഡോക്യുമെൻറ്റേഷൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ഇവൻറ്റുകളുണ്ട്, സ്റ്റില്ല് പോലും എടുക്കാൻ പറ്റാതിരിക്കും. ഈ കാലഘട്ടം അതല്ല, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഇനി എല്ലാം കൂടുമ്പോൾ 40 ഫയലുകളുണ്ട്. ഇതടക്കം ഇത് ലൈവല്ല, പേടിക്കണ്ട. ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെയാണ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നത്. അപ്പം കാവ്യശിഖയിൽ കയറിയിട്ട് ബെൽ ഐക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളതൊക്കെ ചെയ്യാൻ മടിക്കരുത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടോ പ്രഭാഷണമോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തരും ഒരു 10 ഗ്രൂപ്പിലേക്ക് ഒരു പ്രഭാഷണം ഷെയർ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ വലിയ മൂവ്മെൻ്റായി. ഈ 40 ഫയൽ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇഷ്ടപ്പെട്ട ഇപ്പോൾ പി എം ഗോപകൃഷ്ണൻ്റെ ആണെങ്കിൽ പറയുന്നത് പിന്നെ അതിലൊരു പാട്ടാണ്, കവിതയാണ്, കൃഷ്ണ സൗവർണികയുടെ കവിത. ആ കവിത പരമാവധി 500 ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മുടെ കാവ്യശിഖ സബ്സ്ക്രിപ്ഷൻ കൂടും. ഇതിൽ ആദ്യത്തെ കാമ ഫെസ്റ്റിവലിൻ്റെ നെറ്റിൻ്റെ പ്രശ്നം ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണ്, ചാക്കോടിയിലേക്കാണ് പോയത്. പക്ഷേ അവിടെ നിന്നുള്ള പിന്നീടുള്ള എല്ലാം കാവ്യശിഖയുടെ അപ്പീൽ പോയി. ഇന്നത്തെയും കാവ്യശിഖ നമ്മുടെ കവിയോരം അല്ല എന്നാൽ എഴുത്തോരം അപ്പോൾ ആ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. കാരണം അതിൽ 100,000 സബ്സ്ക്രൈബറിന് ആയിട്ടില്ല നമ്മുടെ ഫോളോവേഴ്സായിട്ട്. മറ്റേ 6,000 ഉണ്ട് കാവ്യശിഖയിൽ. നമ്മുടെ ഈ പുതിയ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കൂടണം. ഇപ്പോഴും ഞാൻ പറയുന്നു 1000 സബ്സ്ക്രൈബർ യൂട്യൂബിൽ വന്നാൽ നമുക്കിതെല്ലാം യൂട്യൂബിൽ തന്നെ ലൈവ് കൊടുക്കാൻ പറ്റും. ഇപ്പം 350, 35, 40, 55 മറ്റായിട്ടുണ്ട്. വളരെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ, അതാണ് ഒന്ന്. പിന്നെ ഞാൻ എൻ്റെ ഈ സർഗജീവിതത്തിൽ ഒരിക്കലും സമാദരണങ്ങളോ അവാർഡുകളോ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് 100% ഞാൻ ചെയ്യും, ഇഷ്ടപ്പെടാത്തത് 1000% ഞാൻ കട്ട് ചെയ്തു. എനിക്ക് ഡോക്യുമെൻറ്റേഷനാണ് ഇഷ്ടം, ബയോഗ്രഫിക്കൽ ഡോക്യുമെൻ്ററിയുടെ ആളാണ് ഞാൻ. അതുപോലെ ഓരോന്നും ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ളതാണ്, നാളത്തെ റെഫറൻസാണത് കുട്ടികൾക്ക്. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഈ സമാധാനം പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ രാവണഭാഷ നമ്മളെ എന്നെ മാത്രമല്ല എൻ്റെ ഫാമിലിയിൽ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യമാണ്. എന്നെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കലാസമിതികളുണ്ട്, ഒരുപാട് പേരെ എന്നെ ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞവരുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഡു എന്നുള്ള സാധനം മാത്രം മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം സംഭവിച്ചിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഫസ്റ്റ് ഡേ തന്നെ അത് സമാധാനത്തിൽ കൊണ്ടുപോകുന്നതിന് ഞാൻ വളരെ നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ശ്രീജ ടീച്ചറിങ് മോർണിംഗ് കയറ്റിയത് അതുകൊണ്ട് ചെയ്യുന്ന ആവശ്യമൊക്കെ ആവുന്നുള്ളതാണ്. പിന്നെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മുതലൊന്നും പറയേണ്ടതില്ല, എല്ലാം വളരെ ഹെൽത്തി ആയിരുന്നു. എല്ലാവരും സെഷൻസ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് വൈകുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻറ്ററാക്ഷൻസ് അത്യാവശ്യം നടന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവാണ് ഓരോ ടോക്ക്. ഇതിനകത്തൊരു പ്രത്യേകത തോന്നിയത് നമ്മളെല്ലാം കൊല്ലം പറയാറുള്ളതാണ്, വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അവതരണ രീതിയാണ് ഓരോരുത്തരും അവലംബിച്ചതെന്നുള്ളതാണ്. കുരിപ്പുഴ എല്ലാവരും ഉണർത്തിക്കൊണ്ട് പാട്ട് നാടൻ താളത്തിലൂടെ കൊണ്ടുവന്നിട്ട് വിഷയത്തിൽ കൊണ്ടുവന്നു, വേറെ ഒരു ഡയറക്ടറിൽ. അപ്പം ആ വൈവിധ്യം തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ പറഞ്ഞ് എല്ലാവരും ഒരേ ഹ്യൂമർ, എല്ലാവരും തമാശ പറഞ്ഞ് രസിപ്പിക്കുകയാണെങ്കിൽ ബോറടിക്കും. അപ്പോൾ വളരെ വ്യത്യസ്തമായി ആ വൈവിധ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള സഹനശക്തി, സഹിഷ്ണുത നമ്മളുള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് കാവ്യശിഖ ചെയ്യുന്നത്. മാഷ് പരാതികൾ പറഞ്ഞൊക്കെയുണ്ട്, വസന്ത മാഷ് ടോക്ക് മുതൽ ഓഡിയൻസ് ഇപ്പോൾ. കാരണം എല്ലാം ഓരോ ക്ലാസ്സുകളാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇരിക്കാനുള്ള ശ്രമം നമുക്കുണ്ടോ എന്നുള്ള പോലും ഒരു ടെസ്റ്റാണ്. ഓക്കെ, എല്ലാവിധ അഭിവാദ്യങ്ങളുണ്ട്. ക്യാമ്പ് ഇനി മുന്നോട്ട് പോകും. മാഷ് വീട്ടിലിരുന്നാലും ഞങ്ങൾ കറവിൽ പോയി പിടിച്ചു കൊള്ളുന്ന അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതിൽ പറയേണ്ട കുറേ കാര്യങ്ങൾ പറയാതെയാണ് ഞാൻ ഇതൊക്കെ അവസാനിപ്പിച്ചത്. ക്യാമ്പ് തീരുമാനിച്ച സമയം മുതൽ എന്നോട് ചെയ്തമായി ഓരോ ആളുടെയും ഫോട്ടോ എടുത്ത് ഓരോ സെഷനും പ്രത്യേകം തയ്യാറാക്കി. ഇവിടെയുള്ള ഈ ബോർഡുകളുണ്ടല്ലോ, ഈ ചോറ് തന്നെ സ്വീകാര്യമാണ്, കേരളത്തിലെ സ്വീകാര്യമാണ്. ഈ 2 ചോറ് മാത്രമല്ല, ആ മുൻഭാഗത്ത് വെച്ചിട്ടുള്ള കതിർ ബോർഡ് നമുക്ക് വിളമ്പാൻ സാധിക്കുന്നത് 5 കുട്ടികൾ അവിടെ എന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ നമ്മുടെ ആൾക്കാരെ ഇതൊക്കെ വേർതിരിവില്ലാണ്ട് ഇത് ചെയ്തുകൊണ്ടാണ് അന്ന് മുതൽ ഇത് ചിത്രങ്ങൾ ഓരോന്നും വരച്ച് ഒരുപാട് പണം ചിലവാക്കി സ്വന്തം ജോലിക്കിടയിൽ ചെയ്ത് വെച്ച് ഈ പ്രവർത്തനം ഒറ്റയ്ക്ക് ചെയ്തൊരാളുണ്ടായി, അല്ലേ കൃഷ്ണ? അതുപോലെ ഈ കാര്യങ്ങളുടെ ഒരു ചോലേൽപ്പിച്ചു കൊടുത്തു. എല്ലാ
കാര്യം നോക്കണം. സ്റ്റേജിൻ്റെ ചുറ്റുമല, സൂപ്പർ പോളോല്, ഇവിടുത്തെ ഓരോ പ്രവർത്തനം ഇവിടെ നിന്ന് എല്ലാവരും ഇന്നലെ വലിച്ചെടുത്ത ക്ലാസ് മുഴുവനും പിറക്കി കൊണ്ടുപോയി ഇതാകുന്ന മനുഷ്യനാണ്. അത് വൃത്തിയായി മാത്രമല്ല, ഇത് ഓരോന്നും ഈ മറീനയിൽ പോയിട്ട് സ്ഥലങ്ങൾ കൊണ്ടുവന്ന് ഇത് മുഴുവൻ അടക്കി ഇവിടെ മുഴുവൻ തയ്യാറാക്കിയതെല്ലാം അഴിച്ച് ഒറ്റയ്ക്ക് നടന്ന് വെച്ചിരിക്കുകയാണ്. അത് പറയാൻ തുടങ്ങിയ ഓരോ ആളെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. അവരൊക്കെ കൂടി ചേർന്നാണ് ക്യാമ്പ് മുമ്പ് രാഹുൽ മാഷല്ല. രാഹുൽ മാഷക്ക് ഒരു പടം, ഒരു പോസ്റ്ററാണ്. ഇത് പിന്നിൽ കുറേ മനുഷ്യർ നിരന്തരം പണിയെടുത്ത് ഈ ക്യാമ്പ് രൂപപ്പെടുത്തുന്നുണ്ട്. അവരെല്ലാം കൂടിയാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. അവരുടെ എല്ലാം വിശ്രമവേളകളും മാറ്റി പകലില്ലാതെ നിങ്ങളെപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്താവില്ല. അവരെല്ലാം കൂടി ചേർന്നാണ് സർട്ടിഫിക്കറ്റ് തരാം. അത് കിട്ടാതെ കാത്തിരിക്കണം, വേഗം തരാൻ പോകുള്ളൂ. സുമ റോസ് നിഹാരിക, റാലിമ ബിജു വയനാട്, സ്വപ്ന പി പാലക്കാട്, സ്വപ്ന പി പാലക്കാട്, രമ്ന വികാസ് കാരാമി കണ്ണൂർ, സോറി, ദീപ്നാദാസ് അണ്ടല്ലൂർ കണ്ണൂർ, അഖിൽ കെ ഗോവിന്ദ് കണ്ണൂർ, അഖിൽ കെ ഗോവിന്ദ്, അനീഷ് കച്ചേരി കോഴിക്കോട്, ശുഭലക്ഷ്മി വി പി മലപ്പുറം, ശുഭലക്ഷ്മി, പുഷ്പ കൊളവയൽ കാസർഗോഡ്, പുഷ്പ, മാണിയംകുളം കെ സുബ്രൻ എറണാകുളം, അനീഷ് വെങ്ങാട് കാസർഗോഡ്, മാണിയംകുളം അനീഷ് വെങ്ങാട് കാസർഗോഡ്, രജനി എം പാലക്കാട്, രഞ്ജി പി ആനന്ദ് പാലക്കാട്, പാലക്കാടും കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, നടക്കില്ല, എടുത്തെടുത്തു. ശ്രീജ വിധു തൃശൂർ, ശ്രീജ വിധു, അപർണ അനീഷ് തൃശൂർ, അപർണ അനീഷ്, സുധീഷ് ചന്ദ്രൻ സഖാവ് തൃശൂർ.